ഈ പെങ്ങന്മാരുണ്ടാവുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് ചിലവർക്കുണ്ടാകുന്ന ഒരു ഭാഗ്യമാണ്. സിസ്റ്റേഴ്സ് ഉണ്ടാകുക. എന്നെ സംബന്ധിച്ച് എനിക്ക് സിസ്റ്റേഴ്സ് ഇല്ല, അനിയന്മാരില്ല, ജ്യേഷ്ഠന്മാരില്ല, ആരുമില്ല. ഞാൻ ഒറ്റ മോൻ. എന്നെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ടാകും, ഒറ്റ മോള്, ഒറ്റ മോൻ. പക്ഷേ പെങ്ങന്മാരുടെ സ്ഥാനത്ത് പെങ്ങന്മാർ തന്നെ വേണം. അതിന് വേറെ ആരുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. പെങ്ങന്മാർക്ക് അവരുടെ ആങ്ങളയോട്, അവരുടെ ബ്രദറിനോട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അവർ ചെയ്താലേ ശരിയാവും. നമുക്കൊരു എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഒക്കെ വരുമ്പോൾ, അത് നമ്മൾ ആദ്യം തുറന്ന് പറയാൻ ചിലപ്പോൾ നമ്മൾ പെങ്ങന്മാരോടായിരിക്കും. അത് അവർ മനസ്സിലാക്കും. നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, നമുക്കെന്തെങ്കിലും ഒരു വേദനിച്ചാൽ അവർക്കും സെയിം വേദന ആയിരിക്കും. അതാണ് ചോരബന്ധം എന്ന് പറയുന്നത്. ചോരകൾ തമ്മിലുള്ള ബന്ധം, സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ബന്ധം, അതൊരു ഒന്നൊന്നര ബന്ധമാണ്. കാരണം തൻ്റെ ഒരു കൂടപ്പിറപ്പാണ് തൻ്റെ കൂടെ ഉള്ളത് എന്നൊരു തോന്നൽ, എന്നൊരു എന്താ പറയുക, ഒരു ആത്മാർത്ഥത, ഒരു ഫീലിങ്, അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് അനുഭവിച്ചവർക്കേ അതറിയൂ. പെങ്ങളില്ലാത്ത എന്നെപ്പോലത്തെ ആൾക്കാർക്ക് അതിൻ്റെ ഫീലിംഗ് ഒന്നും തിരിയത്തില്ല. പക്ഷെ കുറേ അസൂയപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ. കാരണം നമുക്കും ഇല്ലാതെ പോയല്ലോ എന്നൊരു അസൂയ. ഇൻഷാ അല്ലാഹ് പെങ്ങന്മാരുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യും. അള്ളാഹു സിസ്റ്റേഴ്സ് ഉള്ളവർക്ക് റാഹത്തുള്ള ജീവിതം നൽകട്ടെ. ആ ബന്ധം അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ.